അടിമാലിയിൽ 9 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയെ പോലീസ് റിമാൻഡ് ചെയ്തു. ദേവികുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 3 മാസം പ്രായമായ കുഞ്ഞിന് അമ്മയ്ക്കൊപ്പം കഴിയാമെന്നും കോടതി വ്യക്തമാക്കി. ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി. ലെസ്ലി, വിശദവിവരങ്ങൾ. അരുണ്, ഇന്ന് രാവിലെ ഇടുക്കി പൈനാവിൽ ഷെൽട്ടർ ഹോമിൽ എത്തിയാണ് സെലീനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 മാസം പ്രായമുള്ള കുട്ടിയെ കൂടി സെലീന കൂടെ കൂട്ടുകയും ചെയ്തു. മുലയൂട്ടുന്ന കുട്ടിയായതിനാൽ പോലീസ് ഇതിനെ എതിർത്തില്ല. തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് സെലീനയെ വിധേയമാക്കി. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് കൂമ്പൻപാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങി വകുപ്പുകൾ ചാർത്തിയാണ് സെലീനയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 3 മാസം പ്രായമുള്ള കുട്ടിയെ കൂടി കോടതിയിൽ ഹാജരാക്കാനുണ്ടായ സാഹചര്യവും പോലീസ് കോടതിക്ക് മുൻപാകെ വിശദീകരിച്ചിരുന്നു. ദേവികുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സെലീനയെ ഹാജരാക്കിയത്. കോടതി 14 ദിവസത്തേക്ക് സെലീനയെ റിമാൻഡ് ചെയ്തു. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുക. കുട്ടിയും അമ്മയ്ക്കൊപ്പം കഴിയാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിയായ പിതാവ് നസീർ ഇപ്പോൾ കഞ്ചാവ് കേസിൽ ജയിലിലാണ്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടിയും പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കോടതി തീരുമാനം പിന്നീടായിരിക്കും ഉണ്ടാകുക. നാളെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റമുള്ളതായി ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നുണ്ട്. അരുൺ, അതായത് ഈ കുട്ടികൾ സംരക്ഷണം ആവശ്യമുള്ളതാണെന്ന മാനുഷികമായ പരിഗണന കൂടി കണക്കിലെടുത്താണോ ഇങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? കുട്ടിയെ സെലീനയുടെ കൂടെ അയച്ചത് ലെസ്ലി? കോടതിയുടെ നിഗമനങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്കറിയില്ലെങ്കിലും മാനുഷിക പരിഗണന കോടതി മുഖവിലക്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 3 മാസം പ്രായമായ കുട്ടിക്ക് മറ്റ് ആഹാരങ്ങൾ ഒന്നും തന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു നില ഉണ്ട്. അമ്മയുടെ മുലപ്പാൽ മാത്രം ഭക്ഷിക്കാൻ ഉള്ള പ്രായം മാത്രമായ കുട്ടി ആയതിനാലായിരിക്കാം കോടതി ഇത്തരത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം. എന്തായാലും ആ മാനുഷിക പരിഗണന കോടതിയുടെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് സെലീനയ്ക്കൊപ്പം 3 മാസം പ്രായമുള്ള കുട്ടിയെ കൂടി ജയിലിലേക്ക് അമ്മയ്ക്കൊപ്പം അമ്മയുടെ സംരക്ഷണത്തിൽ തന്നെ കഴിയാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ, ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകിയത്.